ഹായ് നമസ്കാരം. നമ്മളെല്ലാവരും വീട്ടിൽ ഈ ചൂട് പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ അപ്പമൊക്കെ എടുത്ത് വെക്കാനായിട്ട് കാസറോൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്ന കാസറോൾ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റീലിൻ്റെ ഇതാണ്. പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ പുറമേ ഒരു ഫൈബറിൻ്റെ ഒരു ഇതും അകത്തൊരു സ്റ്റീൽ പാത്രമായിട്ട് ഉള്ള കാസറോളുകൾ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് അത്രയും ഒരു കാസറോൾ അന്വേഷിച്ചു. ഇപ്പോൾ കടകളിലൊന്നും ഇപ്പോഴത്തെ മാർക്കറ്റിലൊന്നും അത്രയും കിട്ടത്തില്ല. അതിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്, അതിൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കാര്യം മനസ്സിലായില്ല. പിന്നീട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചതും സ്റ്റീലിൻ്റെ കാസറോൾ തന്നെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ മറ്റേത് കാണാനായിട്ടും നല്ലതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അകത്ത് അധികം വെള്ളം നിൽക്കില്ല എന്ന് തോന്നുന്നു. മറ്റേത് ചൂടോടുകൂടി നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ ആവി പോയിട്ടാണെങ്കിലും അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ തുറക്കുമ്പോൾ നിറയെ വെള്ളമായിരിക്കും. പക്ഷേ പഴയ കാസറോളിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അകത്ത് വെള്ളം അങ്ങനെ ഇറങ്ങുന്ന അധികം കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദർ ഇതുപോലെ ആമസോണിൽ നിന്ന് അത്രയും ഒരു ഐറ്റം കണ്ട് വാങ്ങിക്കേണ്ടായി. അപ്പോൾ അത് ഒരു സെറ്റായിട്ട് അപ്പോൾ എനിക്കും അതുപോലൊരു പാത്രം, അതിൻ്റെ ഒരു സെറ്റ്, ഒരു ചെറിയൊരു ഇത് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന എനിക്കും കൊണ്ടുതന്നു. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അത്തരം കാസറോളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അതിൽ കീടാണുക്കൾ ഉണ്ടാവാനും അതുപോലെ പുഴുക്കൾ ഉണ്ടാവാനും കൃമി ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പണ്ട് യൂസ് ചെയ്തിരുന്ന രീതിയിലായിരുന്നില്ല ഇപ്പോൾ ഇറങ്ങുന്ന അത്തരം കാസറോളുകൾ, ആമസോണിലൊക്കെ കാണുന്ന കാസറോളുകൾ. ഈ ഐറ്റമാണ് സാധനം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ഈ പുറമേ ഉണ്ട്, അകത്ത് സ്റ്റീലാണ്. പക്ഷേ ഇതിനകത്തെ ഈ പ്ലേറ്റ്, ഈ ഒരു പാത്രം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ അങ്ങനെ ആയിരുന്നില്ല, അത് പുറത്തെടുക്കാമായിരുന്നു. അപ്പം നമ്മൾ അത് എടുത്തിട്ടാണ് രണ്ടും കൂടിയാണ് കഴുകി വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഐറ്റമാണ് കേട്ടോ ഞാനീ പറയുന്നത്. ആ ഐറ്റത്തിൻ്റെ പുറമേയുള്ള ആ ഭാഗം പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിലെ ആ പാത്രം ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സ്റ്റീൽ പാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു സാധനമായിരുന്നു അത്. അതിൻ്റെ പുറമേ ഉള്ളത് പൊട്ടിപ്പോയി, കാലക്രമേണ പഴക്കം കൊണ്ട് പൊട്ടിപ്പോയിന്നേ ഉള്ളൂ. ഉള്ളിലുള്ള സ്റ്റീൽ പാത്രത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് കണ്ടാലൊക്കെ നല്ല ഷോയാണ് ഈ സാധനം. പക്ഷേ ഞാൻ വിചാരിച്ചു, അങ്ങ് ഞാൻ പലയിടത്തും ഈ പോസ്റ്റ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം അത് ഞാൻ പലയിടത്തും പലരും പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പോയത്, നമ്മൾ നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ പുഴുവൊന്നും ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് കേട്ടോ ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കുറച്ച് ഇപ്പോൾ ഈ ഒരു ഐറ്റം ഏകദേശം 1.5-2 വർഷമായി എനിക്കിത് കിട്ടിയിട്ട്. ഇപ്പം അന്നുണ്ടായിരുന്ന ഒരു രീതിയിലല്ല, അതിൻ്റെ സൈഡിൽ രണ്ടും രണ്ട് പാത്രമല്ലേ, അപ്പോൾ രണ്ടും കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഭാഗമൊക്കെ അടർന്നിട്ട് അത് കുറച്ചൊക്കെ അകന്നകന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങും. വെള്ളം മാത്രമല്ല, നമ്മളതിൽ ഇപ്പോൾ കറിയൊക്കെയാണ് വെക്കുന്നെങ്കിൽ, ചാറുള്ള കറികളൊക്കെ ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ കറിയുടെ അംശങ്ങളൊക്കെ ഇതിനുള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ എന്നും യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഴുകി തുടച്ച് ഉണങ്ങിയൊക്കെ ഇരിക്കുമ്പോഴൊന്നും പുറത്തേക്കൊന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ആ സൈഡിലൊക്കെ നോക്കുമ്പോൾ വളരെ നീറ്റായിട്ട് എന്നും ഇരിക്കണേ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ 2 ദിവസം ഈ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനിതെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഈ ഗ്യാപ്പിലൂടെയൊക്കെ ഒരനക്കം കാണുന്നു. നോക്കിയപ്പോഴാണ് അതിലൊക്കെ പുഴുക്കൾ ഉണ്ട്. അപ്പോൾ ഇതിനകത്തും ഇങ്ങനെ സംഭവിക്കും. നമ്മൾ എത്ര നീറ്റായിട്ട് എത്ര ഇതായിട്ട് നോക്കിയാലും, ഇങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കെയർഫുള്ളായിട്ട് നോക്കും കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക. പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റത്തിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇതിനുള്ളിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് വെള്ളം ഇറങ്ങിയിട്ട് അതിനകത്ത് വെള്ളവും കറികളും ഒക്കെ വീണ് കിടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ സൈഡിൽ നമുക്കും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബ്രഷൊക്കെ ഇറങ്ങുന്ന ഭാഗമല്ലേ ക്ലീൻ ആവുള്ളൂ, അകത്തേക്ക് ക്ലീൻ ആവില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വീട്ടിൽ യൂസ് ചെയ്യുന്ന നമുക്ക് മാത്രമല്ല, കുട്ടികൾക്ക് ഉള്ള ടിഫിൻ ബോക്സ്, അതുപോലെ വാട്ടർ ബോട്ടിലുകൾ, ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഐറ്റംസും ഭയങ്കര ഷോ ആയിരിക്കും കാണാനായിട്ട് അല്ലേ. ടിഫിൻ ബോക്സ് ഉണ്ട്. അങ്ങനെ ടിഫിൻ ബോക്സിൽ ചിലത് ഇതുപോലെയാണ്, ചൂട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമുക്ക് അവരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ നമുക്ക് ഡെയിലി അത് ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യണമെന്ന് നമ്മളെക്കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ വീക്കെൻഡിലൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇതിനുള്ളിലൊക്കെ ഈ കൃമികളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. അതുപോലെ നമ്മൾ വെക്കേഷൻ്റെ സമയത്തൊക്കെ ഈ ടിഫിൻ ബോക്സ് എടുക്കുന്നൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങണം എന്നാണ് പറയുന്നത്. പുറത്ത് ചൂട് തട്ടിക്കണം, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിടണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിനൊന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കീടാണുക്കൾ ഉള്ളിലിരിക്കുന്ന ഇതിനകത്താണ് നമ്മൾ ഫുഡ് കൊടുത്തു വിടുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ തന്നെ ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് നമ്മളൊരു വലിയ ഇത് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോഴത്തേനും ഞാൻ ഇത്രയും നാൾ ഇത് ഉപയോഗിച്ച് പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി.
അതുപോലെ വാട്ടർ ബോട്ടിലുകൾ, പിന്നെ ടിഫിൻ ബോക്സിൻ്റെ സൈഡിൽ ചില ഇതിൻ്റെയൊക്കെ അടപ്പിനകത്തൊക്കെ ഈ വാഷർ ഉണ്ടാവും. അപ്പോൾ ഈ വാഷർ എന്നും നമുക്ക് അത് ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പം രാവിലെ ചെയ്യുമ്പോൾ അത് എന്നും ഊരി നമ്മൾ ക്ലീൻ ചെയ്യില്ല. പക്ഷേ എന്നും ക്ലീൻ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വാഷർ ലൂസായി പോകും. എന്നും അത് ഊരുമ്പോഴത്തേനും അത് ലൂസായി പോകും. അപ്പം ആഴ്ചയിൽ ഒന്നൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ആ വാഷറിനിടയിലൊക്കെ ഒരു കറുത്ത ഇത് പിടിക്കും. ആ ഒരാഴ്ച തന്നെ ക്ലീൻ ചെയ്യാതിരുന്നാൽ, വാഷർ ഊരി ക്ലീൻ ചെയ്യാതിരുന്നാൽ തന്നെ കറുത്ത ഒരു അഴുക്ക് അതിൽ അടിഞ്ഞുകൂടി ഇരിക്കും. അത് നമുക്ക് ഊരിയിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താൽ പോകും. പക്ഷെ ഒരു 5-6 മാസം കഴിയുമ്പോൾ കരിമ്പിനടിച്ചതുപോലെ ഇതിങ്ങനെ ചീത്തയായിട്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഈ മോഡേൺ ആയിട്ടുള്ള, അതുപോലെ വാട്ടർ ബോട്ടിലുകളും ഉണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിലുകളും ഇതേപോലെ തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന വാട്ടർ ബോട്ടിൽ പോലെയല്ല. ഇപ്പോൾ ഭയങ്കര കണ്ടാൽ തന്നെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ക്ലീൻ ചെയ്യാൻ വലിയ പാടാണ്. അതിനുള്ളിലേക്കൊക്കെ കയറിയിട്ട് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിനുള്ളിലൊക്കെ ഒരു കറുത്ത സാധനം, എന്നിട്ട് ഈർക്കിലിട്ട് കുത്തുന്നു, പിന്നിട്ട് കുത്തുന്നു. അതിനിടയിലെല്ലാം കുറച്ച് ദിവസമൊക്കെ അങ്ങനെ കുത്തിയിട്ട് പോകും. പിന്നെ ആ മുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അവിടെ തന്നെ ഇരിക്കും. അതിനുള്ളിലൂടെ വരുന്ന വെള്ളമാണ് കുഞ്ഞുങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ കഴിവതും കുട്ടികൾക്ക് നമ്മൾ അത്തരത്തിലുള്ള വാട്ടർ ബോട്ടിലുകളും ടിഫിൻ ബോക്സുകളും ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. അവരുടെ ഹെൽത്തിന് അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ അതിൻ്റെയൊക്കെ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളെത്ര ഇതായിട്ട് ചെയ്താൽ, ക്ലീൻ ആക്കിയാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, അത് വൃത്തിയില്ലാത്തത് കൊണ്ടാണ്, അവരെത്ര നീറ്റാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള പാത്രങ്ങൾക്ക് അത്തരം ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധാ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെച്ചുള്ള ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലുകളും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും അവരുടെ ഹെൽത്തിന് കൂടുതൽ ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. താങ്ക് യു.